വിളക്കുന്നൂർ പള്ളിയില് ദിവ്യകാരുണ്യത്തിലെ യേശു പ്രത്യക്ഷപ്പെട്ട് അത് എന്ത് തോന്നുന്നു ഒരു ഇടവകക്കാരൻ എന്ന നിലയിലും? ഒത്തിരി 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 സന്തോഷവും അതിനെക്കാട്ടും വലിയൊരു എല്ലാവർക്കും നമസ്കാരം. ഈ പള്ളിയെ പറ്റിയാണ് പ്രിൻസ് അച്ഛൻ പറഞ്ഞത്. വിളക്കന്നൂർ ചർച്ച്, ഇവിടെയാണ് ദിവ്യകാരുണ്യത്തിന്റെ ഇടയിൽ തിരുവോസ്തിയിലെ യേശുപ്പന്റെ മുഖം പ്രത്യക്ഷപ്പെട്ടത്. ഈ അത്ഭുതം അറിഞ്ഞപ്പോൾ തൊട്ട് ഈ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നാട്ടോ ജനങ്ങൾ വരുന്നത് യേശുപ്പന്റെ മുഖം കാണാനായിട്ട്. ഈ പള്ളിയിൽ ഒരു ദിവസം 5ഉം 6ഉം കുർബാനയാണ് നടക്കുന്നത്. അപ്പം ഇവിടെയാണ് യേശുപ്പന്റെ മുഖം പ്രത്യക്ഷപ്പെട്ട ആ തിരുവോസ്തി വെച്ചിരിക്കുന്നത്. അപ്പം ഞങ്ങളും ക്യൂ നിൽക്കുകയാണ്. അപ്പം നിങ്ങൾക്കും കാണണ്ടേ, ഇതാണ് യേശുപ്പന്റെ മുഖം. യേശുപ്പൻ്റെ ഈ മുഖം കാണുമ്പോൾ കിട്ടിയ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇത് പാപ്പൻ്റെ വീടിൻ്റെ അടുത്താട്ടോ ഈ പള്ളി. അപ്പോൾ ഞങ്ങൾ എപ്പോഴൊക്കെ കണ്ണൂർ വരുന്നുണ്ടോ അപ്പോഴൊക്കെ ഞങ്ങൾ ഈ പള്ളിയിൽ വരും, കുർബാന കൂടും. കുറേ നേരം ഈ പള്ളിയിൽ ഇരുന്നിട്ടാട്ടോ പോകാറുള്ളൂ. മനസ്സിന് ഭയങ്കര സന്തോഷവും സമാധാനവും, എന്താ പറയുക, നമ്മുടെ ഗാർഡിയൻ നമ്മുടെ ഒപ്പമുള്ള പോലെ തന്നെ ഒരു തോന്നലാണ്. അപ്പം നിങ്ങളെല്ലാവർക്കും ഈ ഒരു ചർച്ചിനെ പറ്റി അറിയണമെന്നോ കാണാൻ വരണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് കണ്ണൂർ ജില്ലയിലാണ്, വിളക്കന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ നമ്മുടെ യേശുപ്പൻ പ്രത്യക്ഷപ്പെട്ടത്. പിന്നെ ഞങ്ങൾ തിരുവോസ്തിയും കാര്യരൂപങ്ങളെല്ലാം മേടിച്ച് വീട്ടിലേക്ക് പോന്നു. ബൈ.